റൂയി എടുക്കാൻ പോണേ? റൂയി സ്കൂൾക്ക് പോണേ? എടുക്കാൻ പോണേ? റൂയി എടുക്കാൻ പോണേ? ഇതെന്താ? സീറ്റൊക്കെ. റൂയി അതിലിരിക്കും? അതിലിരിക്കും. സീറ്റ് കണ്ടോ? ആള് മുടിയിൽ വെക്കുന്ന സാധനം അത് വെച്ചിട്ട് സീറ്റ് പോലെ ആക്കിയാണ്. നല്ല രസമുണ്ട് കേട്ടാ. റൂയിന്റെ മുടി നല്ല രസമുണ്ടല്ലോ. ആരെ കെട്ടിത്തന്നെ? എന്നിട്ടോ? കഞ്ഞോ? സങ്കടമായോ? അഭിനയിക്കാൻ നിന്നെ കഴിച്ചിട്ടുള്ളൂ റൂഹിയെ. ഇതുവരെ ഇന്നെ ചീത്തറയിലിരുന്നോ? അപ്പൊ ചിരിക്കി നോക്കാം വീഡിയോ എടുത്തുമ്പോ. എന്താണ് ഡ്രസ് കുളിച്ചല്ലേ? അങ്ങനെ ഉമ്മല്ലേട്ടാ? ഊയി എടുക്കാൻ പോണ്? കുഞ്ഞങ്ങാടിക്ക് പോവാ? മുത്തപ്പനെ വീട്ടിൽ പോവാ? ഉമ്മല്ലേട്ടാ? ഉമ്മനെ കൊണ്ടുപോല പറഞ്ഞില്ലേ? ഞാനില്ല, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവാണ്. അല്ല, ഉമ്മ ഐഷ കിച്ചൻ പറയാൻ പോവാണ്. എൻ്റെ ഒരു ഡ്രസ്സ് കസ്റ്റമൈസേഷൻ ചെയ്യാനുണ്ടായിരുന്നു. അത് റീനിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. ഒരു മിനിറ്റ്, റീനിൻ്റെ അടുത്ത് കൊടുത്തു വിട്ടു. റീനു അതാക്കി വന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എവിടേക്ക്? അതെന്താ? അതെന്താ സാധനം? എന്താ റോസോ? റൂഹി എന്താ വിശേഷം? റൂഹി പറ. എന്താ പോയത്? സീറ്റ് പോയാ? അത് മുടിയിലിടുന്നതാണ് റൂഹി മോളെ. ആ, അവിടെ ഇടുന്നതാണ് കേട്ടാ. സീറ്റല്ല, സീറ്റല്ല. മുടിയിലുമ്മ കാണിച്ചിട്ട മുടിയിലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് അമർത്ത. അതാ അമർത്ത. നമ്മള് മൂത്താപ്പന്റെ വീട് എത്താനായി. പപ്പാക്ക് ഓക്കെ തരണ്ടേ? പപ്പാക്ക് തരണ്ടേ? ആണോ? പപ്പ എന്താ? തമ്പി വിളിക്കാനോ? ഓസിനോട് വിളിക്കേ? ഞാൻ വിളിക്കാം. തമ്പി കണ്ടാ? റൂയി വിളിക്കണേ. റിസ തമ്പി വിളിച്ച റിസനെ വിളിക്കല് പപ്പക്കാക്കാന്നാണ്. ഡാഡി വിളിച്ചെന്നാ അവനോടൊന്ന്. പിന്നെന്താ വിളിക്കണ്ടേ? പപ്പ. പക്ഷെ റൂയിക്ക് ദേഷ്യം വരുമ്പോ റൂയി ചെലപ്പോ തമ്പീർ തമ്പീർ ആണല്ലേ? ആണല്ലേ? അയ്യോ, ഇത്ര നല്ല കുട്ടി വിളിച്ചില്ലേ? ഇനി എന്താ കുട്ടിക്ക് വേണ്ടത്? എന്താണ്? അക്ക വാങ്ങിച്ചു, അക്ക വാങ്ങിച്ചു കേട്ടാ. വാങ്ങിച്ചു തരില്ല എന്ന് പറയും. നോക്കട്ടെ, വാങ്ങിച്ചു തരില്ല ഇപ്പൊ പറയും. ഓക്കെ, വാങ്ങിച്ചു തരൂലെന്ന് പറഞ്ഞു പപ്പ. വാങ്ങിച്ചു തരില്ല പറഞ്ഞു. പപ്പ ചീത്ത പറഞ്ഞു. പറഞ്ഞു. എനിക്കിത് ദേഷ്യം വരൂട്ടോ, ദേഷ്യം വരൂട്ടോ. ഇന്ന് ഞാൻ ഇവിടെ ഇറങ്ങണം. ഞാനില്ല, ഞാനില്ല. ഞാൻ എവിടേക്കെങ്കിലും പോവാണ്. ഞാൻ ഇല്ലട്ടാ. എന്ത് ഈ വരണ്ടതാ? ഒന്നില്ല പറഞ്ഞ അറിയാതെ പറഞ്ഞു. വൃത്തിയായിട്ട് പറഞ്ഞിട്ടില്ല.
അവിടെ നിർത്ത്, അവിടെ നിർത്ത്. പോയാ സ്നാക്സ് ഒന്നുമില്ല, നേരെ വിട്ടോളൂ. നമ്മൾ മൂത്താപ്പന്റെ വീട്ടിലേക്കല്ല പോണത്, നമ്മൾ വേറെ എവിടേക്കെങ്കിലും പോവാ. സങ്കടായി, ആ റൂട്ട് മാറി. ആ പോണ്ട് പോണ്ട് പോണ്ട്. ഇല്ല ഇല്ല ഇല്ല, അപ്പു 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 ചെവി ശരിയാവുന്നുണ്ട്. ആ പോകുന്നുണ്ട്. ആ പോണ്ട് മോളെ. വെയിറ്റ് വെയിറ്റ് പോണ്ട് ട്ടാ. സബൂർ സബൂർന്ന് പറഞ്ഞ് സബൂർ. നമ്മൾ സ്നാക്ക് വാങ്ങിക്കാൻ വേണ്ടിട്ട് നോക്കിയപ്പോ നമ്മുടെ അവിടേക്ക് കയറുന്ന അവിടെയുള്ള സ്നാക്കിന്റെ ഷോപ്പ് അടച്ചിട്ടുണ്ട്. അപ്പം അവിടുന്ന് നേരെ വിട്ടതാണ്. ആ പോണ്ട. ഇല്ല പോണ്ട് പോണ്ട്. ഓ എനിക്ക് വയ്യ, ഇവളോട് പറയാൻ പറ്റില്ല, ഇവൾക്ക് ഭയങ്കര സൈക്കോ ആണ്. ഇടക്ക് ഭയങ്കര ദേഷ്യം പിടിക്കും. ഇനിയിപ്പോ അവിടെ എത്തുന്നവരേ ഈ സൗണ്ട് കേൾക്കാം. അതാണ് മറ്റേ സാധനം. എന്താണ്? തുറക്കലപ്പം. മനസ്സിലായോ? ഏതോ വാങ്ങിക്ക. തുറക്കലപ്പം ഒരുപാട് വാങ്ങിക്കണ്ട കേട്ടാ, അത് ചിലപ്പോ മൈനേഴ്സ് ഉള്ളതായിരിക്കും, പറയാൻ പറ്റില്ല. എനിക്ക് സമൂസയാണ്. എന്താ വേണ്ടേ റീന്? വേണ്ടല്ലോ. ചോറ് കഴിച്ച് വന്നാണ്, ഇപ്പൊ മൂടില്ല കഴിക്കാന്. വീണ്ടും പിടിച്ച രസം ഇപ്പൊ എടുക്കരുത്. മൂത്താപ്പന്റെ വീട്ടിൽ നിന്ന് കേട്ടാ. ഓക്കെ, മൂത്താപ്പന്റെ വീട്ടിക്ക്. എവിടേക്ക്? മൂത്താപ്പന്റെ വീട്ടിക്കാ. അങ്ങനെ മൂത്താപ്പന്റെ വീടെത്തി. ഓടിച്ചാടി ഇറങ്ങിക്കോ. ഇല്ലല്ലോ ഇല്ലല്ലോ, ഇങ്ങോട്ടല്ലല്ലോ, ആരില്ലല്ലോ. ഓടി വന്നിക്കണ റോസോന്റെ അടുത്തേക്ക്. റോസു ശല്യപ്പെടുത്തുന്നു. റോസോ എന്താണ്? മീൻ കൊണ്ടുവന്നിട്ടില്ലല്ലോ. അപ്പൊ കാണുള്ളൂ ശരിയൊക്കെ. കണ്ട കണ്ട കണ്ട, നമ്മൾ വന്നപ്പോ നമ്മള് കൂടെ വന്നേക്കണ്. എന്താണ് എന്താണ് എന്താ വേണ്ടത്? മീൻ കൊടുത്തിട്ടില്ല കേട്ടോ അന്ന്. വീടിന്റെ ഫ്രണ്ട് കാണിക്കണ്ടെന്ന് വിചാരിക്കണം, അതുകൊണ്ട് കാണിക്കണില്ല. ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണിത്. ബാക്കി അകത്തുനിന്ന് കാണിക്കാം. അതെന്താ ഉണ്ടാവുന്നാവോ? നമ്മളെ കാർ പോർച്ചും ഇതും കൂടിയുള്ള കണക്ഷനും റെഡിയായി. ഒരു പാത്ത് വേ ഉണ്ടല്ലോ, അതാണിത്. എന്തൊക്കെയാണെന്ന് വർക്കിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇനി ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇടും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരു ഹൈറ്റാണ്, ഇവിടെ മുഴുവനും ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഇവിടെ എന്താ കട്ടിലൊക്കെ നീക്കിയിട്ടുണ്ടല്ലോ. ഇതൊന്ന് പിടിക്കോ? വാ, നാത്തൂൻ വരുന്നുണ്ട്, കുലുങ്ങി വരുന്നുണ്ട്. വെള്ളഷോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെള്ളഷോളേ ഇടുന്നുള്ളൂ. എവിടുന്ന് വച്ചങ്ങ വരുന്ന വയൽ അതെടുത്താ? ബ്ലാക്ക് ഡ്രസ്സും വെള്ള ഷോളും ചെത്തി പൊളിച്ച് വരുന്നുണ്ട്. ജിമ്മിലൊക്കെ പോയിട്ട് നല്ല സ്ലിം ആയിക്കണ. ലൈവ് തന്നെയാണ്. ആ അതിന് മേലെ ഗ്ലാസ്. മാങ്ങ അടുത്ത ഞങ്ങളുടെ ബാച്ച് മാങ്ങ പെറുക്കാൻ വന്നിക്കണുണ്ടോ? ഇതിപ്പോ ഞാൻ എടുക്കേണ്ട മാങ്ങയായിരുന്നേ.
ഇത് മറ്റേ കടുമാങ്ങ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇത് പൊട്ടിയില്ലടോ. അല്ല പൊട്ടാണിത് അല്ലേ? റോസു റോസു എന്താ റോസു? ജമ്പനും തുമ്പനും നോക്കട്ടെ. അത് ശരിയാട്ടാ, നേരത്തെ തന്മേക്കും പറഞ്ഞേ. ജമ്പനും തുമ്പനും നോക്കട്ടെ. അത് ശരിയാട്ടാ, നേരത്തെ തന്മേക്കും പറഞ്ഞേ. ആഹാ, എന്നും ഇവിടെ ഉണ്ടാവും. ഇവിടെ വന്നാൽ ഷോപ്പിൽ പോയാ? റൂയി ആരാ വാങ്ങിച്ചെന്നേ? ഏ റൂമില്? ഇവിടെ ഇവിടെ നിൽക്കാനാ? ആ സ്ഥലമൊക്കെ ഉണ്ട്. ആടും എടുത്തോ. റൂയി റോസിനെ കണ്ണിന്ന് വെള്ളം പൊള്ളിക്കണേ. ആ പോണ്ട. റീനു അവിടെ അവിടെ നിന്നു, മൂത്താപ്പന്റെ വീട്ടിൽ നിന്നു അല്ലേ റൂയി? നിന്നു. അവിടെ ഇരിക്കി. നിക്കണ്ട, ഇരുന്നോ. ചിരി വരുന്നുണ്ട്, ചിരിക്കൂല. നെസ്റ്റോ ഇല്ല, നെസ്റ്റോ അടച്ചിക്കണം. ക്രിസ്മസ് എവിടേക്കും പോണ്ട. ഇന്ന് നെസ്റ്റോലേ ക്രിസ്മസ് ആണ്. ഇന്ന് ക്രിസ്മസ് ആണ് മോളെ. പപ്പ ചേച്ചി ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല പടക്കം ഉണ്ടാവും. അങ്ങോട്ട് പോകും. ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആയിരുന്നു. പടക്കം പൊട്ടിക്കോട്ടെ. ക്രിസ്മസ് ആണ്, ക്രിസ്മസ് ആണ് പറഞ്ഞ. ക്രിസ്മസ് ക്രിസ്മസ് പറഞ്ഞ. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോട്ടെ. ക്രിസ്മസ് പറഞ്ഞ. ക്രിസ്മസ് പറഞ്ഞ പറ. വേണ്ട, അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഫ്ലാറ്റിലോട്ട് പോവാം. റോസുവിന്റെ ഫ്രണ്ട്സ് ആണ്. എന്താ റോസുവിന്റെ ഫ്രണ്ട്സ്. റോസുവിന്റെ ഫ്രണ്ട്സ്. ആ നിങ്ങൾ മാത്രമേ ഉള്ളൂല്ലേ? നിങ്ങൾ എടുക്കും പോയില്ല? ഓ റോസിനെ മിസ് ചെയ്യാം. റോസ് ഇന്ന് വേണ്ട, നാളെ ട്ടാ. ഇന്ന് വേറെ ആരും ഇല്ല, ലുജിനില്ലല്ലോ. വാ നെക്സ്റ്റ് പോവാ. നമ്മത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോവാ കേട്ടോ. പ്ലീസ് വാ. എന്ത് 5 റുപ്യ? എന്തിനാ 5 റുപ്യ? ഒക്കെ ഇടുന്ന റേറ്റ്. പപ്പക്ക് എന്താ പണി? പപ്പ വടി എടുക്കാൻ പോയതാട്ടാ. ആ പപ്പ വടി എടുത്തുകണ്. ആ പപ്പ വടി എടുത്തല്ലോ. അത് റോസിന് അടിക്കാനാണ്. റൂഹിനല്ല, റൂഹിനടിക്കൂല. റൂഹി കാര്യമൊന്നുമില്ല. റൂഹിനല്ല, അത് റൂഹിനല്ലല്ലോ, റോസിനല്ലേ. പൂച്ചിനടിക്കാനാണ്. ആ ഞാൻ വിചാരിച്ചു റോസിനടിക്കാനാണ്.
വാ കുട്ടി വാ. ആ എന്ത് നല്ല കുട്ടിയാണ്. വടി കണ്ടപ്പോ നല്ല കുട്ടിയായിട്ട് പോണണ്ട. ഒരു പൂച്ച ഭയങ്കര കരച്ചിലായിരുന്നു ഇവിടെ. ഏതാ പൂച്ച? ഈ കുട്ടീനല്ല, റോഹി നല്ല കുട്ടിയല്ലേ. പിന്നെ ഐഷാസ് കാർട്ടിൽ ഒന്ന് പോകേണ്ടിണ്ടായിരുന്നു. ഒരുപാട് പണികളുണ്ട്. ഇപ്പം ഇതും കൂടി ആയപ്പോൾ ഞാൻ ആകെ മൊത്തം ബിസിയായി. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ ചില സമയത്ത് വിചാരിക്കും ബിസി ആവുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ ആലോചിക്കാനുള്ള നേരങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഫുൾ ബിസിയാണിപ്പോൾ. അൽഹംദുലില്ലാ എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ ഇൻഷാ അല്ലാ. അപ്പോൾ അതിൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഇനിയും വരാനുണ്ട്. നമ്മൾ വീഡിയോസ് ഇടാനുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം പണികളുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിന് ശേഷം എനിക്ക് നെക്സ്റ്റ് ഡേ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അലുമിനായി ഉണ്ടായിരുന്നു, നമ്മൾ MESൻ്റെ അലുമിനായി. അപ്പോൾ അതിന് പോകാണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ എന്നും പുറത്തിങ്ങനെ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫേസൊക്കെ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ തിരൂർ ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിൽ അതിന് നേരെ ഓപ്പോസിറ്റുള്ള അറോറ ബ്യൂട്ടി ലോഞ്ചിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ മുമ്പും 1-2 പ്രാവശ്യം വന്നതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും പോകുന്നൊരു വ്യക്തിയൊന്നുമല്ല കേട്ടോ സലൂണിൽ. പക്ഷേ ഇങ്ങനെ മുഖം ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് നമ്മളെ നോക്കാനുള്ള നേരമില്ലല്ലോ. അപ്പം കുറച്ച് നേരം എനിക്കായിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്താണ്, ഒരു 8 മണി ആ സമയത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്തായിരിക്കും എനിക്ക് ഫ്രീ പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അവർ ഏത് സമയത്തും റെഡിയാണ്. കാരണം അത്രയും നല്ലൊരു കസ്റ്റമർ സർവീസാണ് എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും. ഇവിടെ നിന്ന് സമയം പോകുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ കൈ നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് മാനിക്യൂർ ചെയ്തു. അപ്പം ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ. ഈ ന്യൂ ഇയറും ക്രിസ്മസും കൂടി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഓഫർ അവർ കൊടുക്കുന്നുണ്ട്. കുറേ ഐറ്റംസിൽ നല്ല പാക്കേജ് ഓഫേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിക്കാം ഓഫറിൻ്റെ ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്നറിയാം നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കിടന്നു പോകും. ഞാനിപ്പോൾ അടുത്താണ് ഇങ്ങനൊരു റിലാക്സേഷൻ്റെ കാര്യം പറഞ്ഞത്. ഈ ഫേഷ്യലിൻ്റെ സമയത്ത് ഭയങ്കര രസമാണ് അങ്ങനെ ഫേഷ്യലൈസ് ചെയ്ത് അവിടെ കിടക്കാൻ. അപ്പോൾ ഞാനൊരു അത്യാവശ്യം നല്ലൊരു ഫേഷ്യൽ തന്നെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ക്ലീനപ്പിനാണ് പോയത്, പക്ഷെ അവിടെ വന്നപ്പോൾ ഫേഷ്യലാണ് ചെയ്തത്. ഒരു 2 hours അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ മാനിക്യൂറും കൂടി അതിൻ്റെ കൂടെ തന്നെ ചെയ്തു കേട്ടോ. കയ്യിൽ മഞ്ഞൾപ്പൊടിയുടെ കളറൊക്കെ ഉണ്ടായിരുന്നു നഖത്തിൽ, അതൊന്ന് ക്ലിയർ ചെയ്തു. അപ്പോഴാണ് ഇവിടെ പുറത്ത് ഭയങ്കര ബഹളം. ഇന്നാണ് ആ ഒരു എന്താ പറയുക ഇലക്ഷന് ജയിച്ചവരുടെ ആ ഒരു ആഘോഷ പരിപാടികളുണ്ടായിരുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു ആഘോഷ പരിപാടി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ആ ഒരു ദിവസം ഞാൻ ഈ ഒരു ഫംഗ്ഷനായിട്ട് മീൻസ് ഈ ഒരു പരിപാടിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്ത് പോയി നോക്കും. ഇവിടെ ഫേഷ്യൽ ചെയ്തിരിക്കുന്നുണ്ട്, ഇടയ്ക്കൊന്ന് പുറത്ത് പോകും, പിന്നെ നാട്ട് കയറും. അങ്ങനെ ശരിക്കും ഞാനിവിടെ വന്ന സമയത്തുള്ള ഒരു ഫേസ്, വന്നപ്പം മേക്കപ്പ് ചെറുതായിട്ടൊക്കെ ഉള്ളൊരു ഫേസാണ്. ഇതിപ്പോൾ മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു ഫേസാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അത്രയും നല്ലൊരു ഗ്ലോ ഉണ്ടായിരുന്നു കേട്ടോ ചെയ്തപ്പോൾ. നല്ല ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ബുഷു. വെൽക്കം വെൽക്കം. അതല്ല നീ അങ്ങോട്ടേക്ക് തന്നെ ഓടി വരുന്നത്. സ്പെഷ്യൽ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ. ഡീറ്റാൻ ക്ലീനർ പ്ലസ് ത്രെഡിങ് ആണ്. ത്രെഡിങ് 999. പെഡിക്യൂർ മാനിക്യൂർ 699. ഫുൾ ബ്രൈഡൽ പാക്കേജ് അപ് ടു എത്ര പെർസെൻറ്റേജാ? 25 അതൊന്ന് എഴുതോ 25 റിങ് വെച്ച് മറന്നു. 25% ഓഫർ ബ്രൈഡൽ ഫുൾ ബ്രൈഡൽ പാക്കേജ് ഒക്കെ. താങ്ക് യു. അപ്പോൾ ഇന്നാണ് ആ ഒരു സ്പെഷ്യൽ ഡേ. ഗ്രാൻഡ് അലുമിനായി മീറ്റപ്പ് MESൻ്റെ റെമസ്ഫിയർ എന്നുള്ള പേരിലാണ് ഗ്രാൻഡ് അലുമിനായി മീറ്റപ്പ് വെച്ചിട്ടുള്ളത് MESൻ്റെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു അലുമിനായി മീറ്റപ്പിന് വരുന്നത്. അതും ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിലോട്ട് കേട്ടോ. ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ 21 വർഷമായി ഞാൻ എൻ്റെ പഴയ ടീച്ചേഴ്സിനെയും കുറേ പേരെ ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം റീനു ഇവിടെ +2 പഠിക്കുന്നതുകൊണ്ട് തന്നെ റീനു എൻ്റെ ടീച്ചേഴ്സ് തന്നെയാണ് റീനുവിൻ്റെ കുറേ ടീച്ചേഴ്സ്. അപ്പോൾ അങ്ങനെ കുറേ ടീച്ചേഴ്സിനെ അറിയാം. അല്ലാണ്ട് കുറേ ടീച്ചേഴ്സിനെ ചിലർക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ജൂനിയേഴ്സും സീനിയേഴ്സുമായിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റി കേട്ടോ. അപ്പം നമ്മൾ ആദ്യം വന്ന സമയത്ത് ഞാൻ എത്തിയതൊരു
10:30ക്കാണ്. ആ സമയത്ത് രജിസ്ട്രേഷനൊക്കെ നടക്കുന്നുണ്ട്. 9 to 9:30 ആണ് രജിസ്ട്രേഷൻ ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഫംഗ്ഷനാണ് കേട്ടോ. അത്രയും ഗ്രാൻഡായിട്ടുള്ളൊരു അലുമിനി മീറ്റപ്പായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് എംഇഎസിൽ കേട്ടോ. അങ്ങനെ രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂളിലേക്ക് കയറി. സ്കൂളിൽ കയറിയപ്പം അവിടെ വന്നിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഒക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനും നമുക്കൊരു ഒഫീഷ്യലായിട്ടുള്ള ഇനോഗ്രേഷനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ആ ഒരു ഒഫീഷ്യൽ ഇനോഗ്രേഷനായിട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സംസാരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ ഈ ഒരു അലുമിനി മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്ന് പറയുക, കുറേ പേര് വന്നിട്ടില്ല, പക്ഷേ വന്നവർക്കൊക്കെ ഭയങ്കര ഒരു ഡേ തന്നെ ആയിരിക്കും, അത് ഉറപ്പാണ്. ഡെയിലി മക്കളെ കൊണ്ട് എംഇഎസിൽ വരുന്ന എനിക്ക് തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. കാരണം ഞാൻ കുറേ ടീച്ചേഴ്സിനെ എനിക്ക് ഇവിടുന്ന് അറിയാം. കാരണം എൻ്റെ ടീച്ചേഴ്സും റീൻ്റെ ടീച്ചേഴ്സൊക്കെ സെയിം തന്നെയാണ് ഓൾമോസ്റ്റ് കുറേയൊക്കെ. പക്ഷേ എന്നാൽ പോലും ഒരുപാട് പേരെ നമ്മൾ കാണുന്നില്ലല്ലോ, അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഡേ തന്നെയായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ അവിടെ നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ അത്രയും സമയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ. നമ്മൾ കുറച്ച് സമയത്തേക്ക് ഞാനൊരു 21 വർഷമൊക്കെ പുറകോട്ട് പോയി. ആ സമയത്തായിരുന്നു ഞാനിവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുമ്പം ഞാനങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കൂട്ടുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറേ പേര് വന്നിട്ടില്ല കേട്ടോ. ആ ഫ്രണ്ട്സുകളിൽ കുറേ ആൾക്കാർ ഇതിൽ വന്നിട്ടില്ല, പലയിടത്തും ആണുള്ളത്. പ്ലസ് നിങ്ങൾക്കറിയാം, എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫവാസ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് 10th അപ്പോൾ അവരുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ഫ്രണ്ട്സ് എന്ന് പറയാനുള്ള ആൾക്കാരൊന്നും ഇതിൽ വന്നിട്ടില്ല. എന്നിട്ട് പോലും എനിക്കുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും എന്താ പറയുക, നല്ലൊരു ഡേ ആയിരുന്നു. പിന്നെ എടുത്ത് പറയില്ല, നമ്മളൊരു അസംബ്ലി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ സ്കൂൾ സമയത്ത് അസംബ്ലി ഉണ്ടല്ലോ, ആ അസംബ്ലിയൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല രസമുണ്ടായിരുന്നു. ഓരോ ബാച്ച് വൈസ് ആയിരുന്നു അസംബ്ലിക്ക് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ക്ലാസ് റൂമിലോട്ട് പോയിട്ടോ. ഞങ്ങളുടെ ക്ലാസ്സിലാണ് കൂടുതലും സ്റ്റുഡൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബാച്ചിലെ കുട്ടികളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ക്ലാസ് ഫുള്ളായിരുന്നു. ഈ ഒരു കോറിഡോറൊക്കെ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള ഒരു കോറിഡോറാണ് എംഇഎസിൻ്റെ. ഇവിടെ വരുമ്പോൾ നമുക്ക് ഞാനിങ്ങനെ എന്തോ വേറെ ഏതൊക്കെയോ ഇതിലോട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം കണ്ടോ ഫുള്ളാണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് വീഡിയോക്കായിട്ട് ജസ്റ്റ് ഒരു സാറ് വരുന്ന പോലെ, സാറല്ല കേട്ടോ, ആൾ ജൂനിയറാണ് നമ്മുടെ. അപ്പം ജസ്റ്റ് ഇങ്ങനെ വരുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ലേറ്റ് കമ്മേഴ്സ് ഇതാണ് ഫവാസ് കേട്ടോ, യെല്ലോ ഷർട്ടുള്ളതാണ് ഫവാസ്. അപ്പോൾ ആൾ ഡോക്ടറാണ്. എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആളെ. പിന്നെ ഓരോരുത്തരും ഇൻട്രൊഡക്ഷൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഷോർട്ടാക്കി പറയുന്നു. പിന്നെന്താ, ചെറിയൊരു വീഡിയോ ആണെങ്കിലും നമുക്ക് എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണല്ലോ ആഗ്രഹം ഉണ്ടാവുക. ഞാൻ മാക്സിമം ആൾക്കാർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് മോളാണ്, റീനു ആണ്. അപ്പോൾ എൻ്റെ പുറകെ നടന്നിട്ട് അവൾ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് പണ്ടത്തെ സ്കൂൾ ഫോട്ടോസൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വോളിൽ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയി. ഉച്ചയ്ക്ക് ശേഷം ഇനിയും ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ആനുവൽ ഡേ സെലിബ്രേഷൻ, മാർച്ച് ഫെസ്റ്റിവലൊക്കെ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈവനിങ് വരെ ഉണ്ടായിരുന്നു ഫംഗ്ഷൻസ്. അപ്പോൾ ഞാൻ ആ സമയമാകുമ്പോഴേക്കും പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ലെക്കൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈ ഒമേഗയാണ് ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ലെക്കിൽ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഞാൻ ശരിക്കും കുറേ നേരമായിട്ട് കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് കറക്കി വെക്കുകയാണെന്ന് ഗിഫ്റ്റ് അടിച്ചും ചെയ്തു. ചില സമയത്ത് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ കറക്കൂലേ, അപ്പോൾ കിട്ടൂല, വെറുതെ ഒന്ന് ആക്കി വെക്കുകയാണ്, അപ്പോൾ കിട്ടും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. നല്ലൊരു ഡേ ആയിരുന്നു അന്നത്തെ ദിവസം, ഒന്നും പറയാനില്ല. കുറേ ഓർമ്മകൾ ഉണ്ടായൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സോ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു.